യാത്ര ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് എല്ലാരും. യാത്ര പോകാൻ പിന്നെ ഇഷ്ടമില്ലാത്ത ഒരാളുണ്ടാവില്ല ജീവിതത്തിൽ. നമ്മളെ വണ്ടിയും കൊണ്ടേ അപ്പൊ എവിടേക്കാ എന്തൊക്കെയാന്നൊക്കെ നമ്മള് വയ്യെ കാണിച്ചുതരാം. അപ്പൊ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോക്ക് എവർക്കും സ്വാഗതം. അപ്പൊ വീഡിയോ ഫസ്റ്റ് ആയിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കനൊക്കെ ഒന്ന് അടിച്ചണ പൊട്ടിക്കുക. അപ്പോൾ ബാക്കിയുള്ള ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും കമന്റിൽ അറിയിക്കുക. അപ്പൊ നമ്മളെ വണ്ടിയിലാണ് നമ്മൾ പോണത്. ഓട്ടോറിക്ഷയിലാണ് ഇന്ന് പോകുന്നത്. അപ്പോൾ എങ്ങോട്ടാണ് ഇതുവരെ എന്നൊക്കെ നമ്മൾ കാണിച്ചു തരാം. നമ്മളെ കുറച്ച് ഫ്രണ്ട്സൊക്കെ ഉണ്ട്. എല്ലാ കാര്യങ്ങളും നമ്മൾ വിശദമായിട്ട് വയ്യ ഇങ്ങനെ പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് അവര് വിളിക്കുന്നുണ്ട് രാവിലെ തന്നെ. അതും നോമ്പ് നോറ്റിട്ടോ. ഈ നോമ്പ് കാലത്തെ ഒരു യാത്ര എങ്ങനെ ഉണ്ടാവും നോക്കാം. ഇപ്പോ രാവിലെ 6:30 മണിയായി. ഇവിടെ ഇറങ്ങി പിടിച്ച നോമ്പ് തുറക്കാന്. തിരിച്ച് വീട്ടിലേക്ക് എത്തൂല, എന്നാലും നമുക്ക് എവിടെ നിന്നൊക്കെ എങ്ങനെയൊക്കെയാണ് വയ്യ കാണാം. അപ്പൊ ഏതായാലും പോയേക്കാം ഗൈസ്. അപ്പൊ അങ്ങനെ ഞങ്ങളിവിടെ വഴിയോരത്തെത്തി അല്ലെ, വഴിയോരം മുക്കത്തെത്തിയാണ്. അപ്പൊ ഒരാൾക്ക് ചാടിക്കാനല്ല മൂത്രയ്ക്കാൻ മുട്ടുണ്ടായിരുന്നു നിർത്തിയതാണ്. അപ്പൊ ആൾക്കാരെ കളിച്ചിട്ടാ മിസ്റ്റർ സിംഗം ഇവരൊത്ത നമ്മള് പറയാ ചാടിപ്പാപ്പ മുത്തുമോൻ, പിന്നെ മൂസി മുക്കം. അപ്പൊ ഞങ്ങള് മുക്കത്തെത്തി. ഇനി ഒരു കാറിലും പാടെ ആളുണ്ട്. കാറും ഓട്ടോറിക്ഷ അല്ലൊക്കെ. കാറിന് നമ്മള് പിന്തള്ളിട്ടാണ് നമ്മള് ഓട്ടോറിക്ഷയിൽ ഇവിടെ എത്തിയത്. അപ്പൊ ഇനി ഒന്നും പാടെ ഇങ്ങനെ കേറുമ്പോ ഇങ്ങനെ ഓരോന്നുണ്ടെങ്കിൽ ഇങ്ങനെ കാണിച്ചു തരാം. ഓക്കെ. ഗൈസ്, ഞങ്ങൾ ചുരത്തുമ്മലെത്തി. അങ്ങനെ ഞങ്ങൾ ചുരം കയറാൻ തുടങ്ങുകയാണ്. അപ്പോൾ ഇനി ചുരത്തുമ്മലുള്ള വിശേഷങ്ങളൊക്കെ കാണാം. ഗൈസ്, അങ്ങനെ നമ്മൾ ചുരം കയറി ഏകദേശം ഒരു സെന്ററിലെത്തി. എല്ലാവരും ആ മേലെ നിന്നുള്ള വ്യൂസ് ആണ് കാണിക്കുന്നത്. നമ്മളപ്പോ നിങ്ങൾക്ക് കാണിച്ചു തരാവുന്ന ഒരു അടിപൊളി വ്യൂസ് ആണ്. ഇവിടുന്ന് കണ്ടാല് നോളജ് സിറ്റി ഒക്കെ ഫുള്ള് അടിപൊളിയായിട്ട് ഇവിടുന്ന് ഇങ്ങനെ കാണും. നോളജ് സിറ്റി അതാക്കണ് നല്ല ലൈവായിട്ട് കാണും. മേലെ നമുക്ക് കാണുന്നേറെ ഒന്നും പാടെ ലൈവായിട്ട് കാണുന്ന ഒരു സ്ഥലം. അപ്പൊ അവിടെ കുറച്ചേരം ഇങ്ങനെ വിശ്രമിക്കായിരുന്നു. അതാ ഇവിടെ നമ്മളെ ചെക്കന്മാരും ഉണ്ട്. ഇങ്ങോട്ട് ചെക്കന്മാരും ഇവിടെ ഓരോരുത്തർക്ക് പോകാൻ വെച്ച് നമ്മളെ വണ്ടി ചെറിയൊരു വിശ്രമം. ഓക്കെ. അപ്പൊ ഇനി അടുത്ത സ്പോട്ടിലെത്തിയിട്ട് കാണാം. അപ്പൊ ഇനി എത്തി ചുരത്തുമെന്ന് എല്ലാരും കാണുന്ന സ്ഥലത്ത് ഞങ്ങൾ എത്തി. ഇനി നമ്മളെ ഇതിലായിട്ട് നമ്മള് ചുരത്തിന്റെ ആ ഒരു സ്ഥലം കിട്ടിയില്ല. ആരണ്ടാ ഏല് വളക്കുതിരയില് ഓനെ കാണിച്ചു കൊടുക്കും. ഓരെന്നെ കാണിച്ചു കൊടുക്കും. അപ്പൊ എല്ലാരും കാണിച്ചു തരുന്ന സ്ഥലം ചുരത്തുമത്തെ ഏറ്റവും കാണാൻ പറ്റിയൊരു വ്യൂ അല്ലേ. ഏത് പാറ ആയിക്കോട്ടെ അല്ലേ. പക്ഷെ ഇവിടെ ഏറ്റവും സങ്കടകരമായ ഒരു സംഗതി ഉണ്ട്. എന്താ ഏറ്റവും സങ്കടമായ ഒരു സംഗതി അല്ലേ, വേസ്റ്റ് എന്ന് പറഞ്ഞ. അപ്പൊ വരുന്ന ആൾക്കാരോട് പറയാനുള്ളത് വേസ്റ്റ് കഴിയണതും നിങ്ങൾ തന്നെ കൊണ്ടുപോവാ.
ഇവിടെ ഇടരുത്, ഇവിടെ കാണിച്ചു തരാം എത്രങ്ങാനും വേസ്റ്റ് ആണ്. ഒരു രക്ഷിക്കലെ ഇങ്ങനൊന്നും ആവരുത്. കാരണം ഇത് നമ്മളെ മലയാളീസിനെ പറയിപ്പിക്കണ ഒരു സംഗതിയാണ്. അപ്പൊ ഇനി കഴിയുന്ന ആൾക്കാരും വരുന്നാല് വേസ്റ്റ് കൊണ്ടുവരുന്നാല് വേസ്റ്റ് അവനാന്റെ വണ്ടിയിൽ സൂക്ഷിച്ച് അത് ഒഴിവാക്കേണ്ട സ്ഥലത്തോ, അല്ലെങ്കിൽ ഇവിടെ ഉണ്ടല്ലോ സ്ഥലം, ഇവിടെ നോക്കണേ വേസ്റ്റ് ഇടാൻ പറ്റിയ ഇതിലൊരു സാധനല്ല. ഇതില് നോക്കി ഒരു സാധനല്ല. ആ എല്ലായിടത്തും ഇതിലൊരു സാധനല്ല. ആകെ കുറഞ്ഞ ഇത് കാണുള്ളൂ. ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ ഇട്ടാൽ മതി. അല്ലാത്തതിൽ എന്താ ചെയ്യാ, അതെടുത്ത് വണ്ടിയിൽ വെക്കുക. അല്ലാതെ കഴിച്ചെന്ന് കഴിഞ്ഞാണ്ട് വെറുതെ നാട് നശിപ്പിക്കണ്ടല്ലോ. പിന്നെ കേട്ടോ നമുക്ക് കാണാൻ പറ്റിയ കാഴ്ച എല്ലാം വെച്ചിട്ട് നോമ്പായതുകൊണ്ടൊന്നും വാങ്ങില്ല. ഞാൻ വരെ ഇവിടെ വരുന്ന ആൾക്കാരെ കാത്തു നിൽക്കുന്ന, അപ്പൊ ഇവർക്കൊക്കെ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരും. ആ വേസ്റ്റുകളൊന്നും ഇവിടെ എന്റെ താടൊക്കെ നിറഞ്ഞിട്ടുണ്ട്. അടിപൊളി അടിപൊളി. അപ്പൊ ഏതായാലും അടുത്ത സ്ഥലത്തെത്തിയിട്ട് കാണാം. കുതിര അടുത്ത സ്ഥലത്തേക്ക് അല്ലേ? അടുത്ത സ്വീകരണ സ്ഥലത്തേക്ക് നീങ്ങുന്നു. കേറു. വാ, ഓക്കെ. നാടിന്റെ മണ്ണിലേക്ക് പ്രവേശിക്കുകയാണ്. വെൽക്കം ടു വയനാട്. നീ കാണിക്കോ, ഞാനുണ്ട് ഇവിടെ. അപ്പൊ ഞങ്ങളിപ്പോ ഇവിടെ എത്തിയത് വയനാടിന്റെ മണ്ണില് കാലെത്തിയേക്ക് തന്നെ ഞങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റിയ ഒരു സംഗതി ആണ്. ഒരു ചർച്ചുണ്ട്. ചർച്ചിന്റെ തൊട്ടപ്പുറത്ത് തന്നെ എന്റെ പേരെന്താ അറിയില്ല. ഒരു ഗാർഡന്. അപ്പൊ ഗാർഡൻ വാള കാണിച്ചു തരാൻ. അടിപൊളി ഗാർഡനാണ്. ഒരു സാധനം പുറത്ത് കൊടുക്കണില്ല കേട്ടോ അല്ലേ? പൂന്ന് തേൻ എടുക്കുക, അവിടെ തേനീച്ച വെക്കുക. അത്യാവശ്യം വലിയ ഇതല്ലേ, പണിക്കാരൊക്കെ ഉണ്ട്. ഇത് കണ്ടപ്പോ ഫ്ലവർ കാണുമ്പോ, പിന്നെ ഇത് അഗ്രികൾച്ചറിന്റെ ഉസ്താദാണിത്. അപ്പൊ അത് കണ്ടപ്പോ ഓനൊരാഗ്രഹം. തേനീച്ചന്റെ ഉസ്താദന്മാരാണ് അല്ലേ? തേനീച്ച ഇഷ്ടം പോലെ ഉണ്ട് അവിടെ. അതൊക്കെ തേനീച്ചകളാണ്. നമുക്ക് മറ്റേ ഒരു വീഡിയോ എടുക്കാണ്ട് തേനീച്ചന്റെ അത് ഞാൻ ഇതിലെന്തേലും ഉണ്ടായിരുന്നു. അപ്പൊ ചെടിയും കാര്യങ്ങളൊന്നും ഇഷ്ടം പോലെ ഉണ്ട്. അപ്പൊ ഇത് കണ്ടപ്പോ ഒരു നിങ്ങളുമാടെ കാണിക്കായിരുന്നു. പ്രൈസും കാര്യങ്ങളൊക്കെ ഉണ്ട്. മണം കിട്ടണ്ടേ, എന്നിട്ട് സ്മെല്ല് ഇട്ടില്ലേ? അയ്യോ, വിലക്ക് കമ്മി ഉണ്ടല്ലോ അല്ലേ? വില റേറ്റ് ഒക്കെ ചെറിയ റേറ്റ് ഉള്ളൂ. എന്താ മുളകടാ? ആ, കൊറേ വെറൈറ്റി ഉണ്ടല്ലോ. 50 റുപ്യ. വേറെന്തുണ്ട്? അനക്കാരാണ് അവിടെ നിന്നാ ഞാനെന്താ പറയാ? അങ്ങനല്ലേ, ഞാനാ ചമ്പരത്തി കണ്ടാണ്ട് അതും മുളകാണ് എഴുതി. ഇവിടെ കണ്ടത് എന്താണ് വെറൈറ്റി കണ്ട് മുളകാണ്. ഇവനൊക്കെ ഈ കോലത്തിലൊക്കെ വെറൈറ്റി മുളക് ഉണ്ടാവും. പിന്നെ പറഞ്ഞത് തെറ്റൊന്നുമില്ല. അങ്ങനെ കൊറേ സംഗതികളുണ്ട്. നമുക്ക് അവിടെയാണ് കുറച്ച് ഫ്ലവറുകൾ കൂടുതലുണ്ട്. ഇൻഡോർ ഇതല്ലേ ഇൻഡോർ ക്ലാസ് നോക്കെ. ഇത് നമ്മളെ നാട്ടിലേക്ക് ചിലപ്പോ നടക്കൂലടാ. കാലാവസ്ഥ ചോദിച്ചോക്ക്. അങ്ങനത്തെ കൂളിംഗ് അല്ലേ ഇതൊക്കെ ഇങ്ങനെ കണ്ടാലേ. ഇതൊക്കെ മറ്റേ പറ്റും ഇങ്ങനെ സെറ്റ് ആക്കി നിർത്താം. വാ നോക്ക ചെയ്ത് വെച്ചാണ് ചെയ്തല്ലേ. പൂജ അതിനടിയില് ചട്ടിന്റെ ആവശ്യമില്ല, മറ്റേ തന്നെ മതിലേ. അങ്ങനെ നേരെ ഇരിക്കാലേ അല്ല. ഇത് ഐറ്റ് കൂട്ടി കൊണ്ടുവരും. പോയേക്കാ. തൈകളും കാര്യങ്ങളും ഉണ്ട്. വലിയൊരു നഴ്സറി തന്നെയാണിത്. നഴ്സറി
അത് ഗൈസ് അങ്ങനെ നമ്മള് നമ്മള് നിക്കുന്നത് ബോച്ചന്റെ കറിയിലോ കാപ്പിലെ കറി ബോച്ചയുടെ പോനിയും അവിടെയാണ്. അപ്പൊ അതിന്റെ അടുത്ത് തന്നെ നമുക്ക് വേറെ സഞ്ചരിക്കുന്ന ജ്വല്ലറി കിട്ടിയിട്ടായിരുന്നു, ഗോൾഡൻ ഡയമണ്ട്. ഇതിന്റെ ഉള്ളും കാര്യങ്ങളൊക്കെ ഇപ്പൊ നമ്മള് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യും. അപ്പൊ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടു ചെറിയൊരു വീഡിയോ ആയിട്ട് ഇൻസ്റ്റാഗ്രാമിൽ ഇടാം. ഇത് കുറെ ലെങ്ത് ആണോ കൂടി കേട്ടോ. ഓക്കെ, നമുക്ക് അടുത്ത വീട്ടിലെത്തി കാണാം. ബോയ്സിന്റെ ആ പരിപാടിയൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ നേരെ അവിടെ നിന്ന് പോകുന്നു. അപ്പൊ തന്നെ ഏകദേശം ഞങ്ങൾക്ക് മനസ്സിലായി കണ്ടു ഇപ്പോൾ ഇവിടെ എത്തിക്കുന്നത് എന്നുള്ളത്. ചുരൽമലയിലെത്തി. ഇവിടെ പണികളും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞങ്ങൾ എങ്ങോട്ടായിരുന്നു യാത്ര. അപ്പോ വരുമ്പോ തന്നെ നമുക്ക് മരിച്ച ആൾക്കാരെ ബോർഡും കാര്യങ്ങളും ഒക്കെ കാണാം. ആ ദുരന്തത്തിൽ ഏർപ്പെട്ട നാടൊക്കെ ആകെ ലോകത്തുനിന്ന് വരമാണെങ്കിൽ നടക്കിയൊരു സംഭവമായിട്ട് മാറി. ചുരൽമല ദുരന്തം ഭയങ്കര ദുരന്തമായിരുന്നു. വെള്ളത്തിൽ കുത്തിയൊലിച്ചിരുന്ന സ്ഥലങ്ങളൊക്കെയാണ് ഈ കാണുന്നത്. നമ്മൾ കയറുമ്പോൾ തന്നെ നമുക്ക് അങ്ങോട്ടൊരു പ്രവേശിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ബ്രിഡ്ജ് കാണാം. പിന്നെ വട്ടാളുകാര് എല്ലാവരും നാട്ടുകാരും ഒക്കെ കൂട്ടിയിട്ടുള്ളൊരു ബ്രിഡ്ജും കാര്യങ്ങളും ഉണ്ടല്ലോ, അത് കാണാം. ഇതൊക്കെയാണ് ഇപ്പോഴത്തെ ഇവിടുത്തെ അവസ്ഥകൾ കാണുന്നത്. സ്കൂളുകൾ, അതുപോലെ അമ്പലം ഉണ്ട്. അതൊക്കെ തന്നെ ഉള്ളൂ ഇവിടെ ഇങ്ങനെ കാണാൻ പറ്റിയ സ്ഥലങ്ങൾ. കാണാൻ പറ്റിയതല്ല, നമ്മളിങ്ങോട്ട് വന്നാണ് അപ്പോൾ കാണിച്ചിരുന്നത്. അപ്പോൾ ഇനി അടുത്ത സ്ഥലത്തേക്ക് എത്തിയിട്ട് ബാക്കിയുള്ള കാണാം. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളി. അപ്പം ഇനി അടുത്തേക്ക് പോയിട്ട് നമ്മളെ നമുക്ക് കാണിച്ചു തരുന്നതാണ്. ഈ വണ്ടിക്ക് ശ്രദ്ധ കെട്ടിയില്ലേ. പൊട്ടി പോകുന്ന സ്ഥലം കണ്ടോ?